UK ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയപ്പോൾ തൊട്ട് ഞാൻ പ്ലാൻ ചെയ്തതായിരുന്നു ഒരു ഗേൾസ് ഓൺലി റോഡ് ട്രിപ്പ്. പക്ഷെ ഈ ട്രിപ്പ് ഉണ്ടായത് ഒരൊറ്റ നൈറ്റ് കൊണ്ടാണ്. പിറ്റേന്ന് തന്നെ ഞങ്ങൾ ഒരു റെന്റേ കാർ ഷോറൂമിൽ ചെന്നിട്ട് ഒരു കാർ അങ്ങോട്ട് ബുക്ക് ചെയ്തു. ലൈസൻസ് കിട്ടിയതിനു ശേഷം ഞങ്ങളുടെ 3 പേരുടെയും ആദ്യത്തെ ഇൻഡിപെൻഡന്റ് ഡ്രൈവിംഗ് ആണ്. അതുകൊണ്ട് തന്നെ 2 ദിവസത്തെ റെന്റിന് പുറമെ ഇൻഷുറൻസും ഡാമേജ് ക്ലെയിമും എല്ലാം കവർ ചെയ്യുന്ന പാക്കേജാണ് നമ്മൾ എടുത്തത്. നിസാൻ ഡ്യൂക്കാണ് നമ്മൾ എടുത്തത്. അങ്ങനെ ടോട്ടൽ കാറിനായത് 205 പൗണ്ട്സ് ആണ്. ഈവനിങ് ആയപ്പോഴാണ് നമ്മൾ പോയി കാർ കളക്ട് ചെയ്തത്. ഫ്യൂൽ സ്റ്റേഷനിൽ പോയാൽ കാറിൽ നിന്ന് ഇറങ്ങി സ്വന്തമായിട്ട് പെട്രോൾ അടിക്കുന്ന സിസ്റ്റമാണ് യുകെയിലുള്ളത്. അങ്ങനെ കാറ് പയ്യെ ഞാൻ എന്റെ വീട്ടിൽ കൊടുന്ന് പാർക്ക് ചെയ്തു. ഇനി നമുക്ക് നാളെ കൊണ്ടുപോകാനുള്ള ചിക്കൻ റെഡിയാക്കാം. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ 3 പേരും ഓരോ നേരത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഞാൻ എന്റെ മാസ്റ്റർ പീസായ സ്റ്റഫ്ഡ് ചിക്കൻ ആണ് ഡിന്നറിന് വേണ്ടി റെഡിയാക്കിയത്. അങ്ങനെ പ്ലാൻ ചെയ്ത പോലെ രാവിലെ 7 മണിക്ക് തന്നെ ഞാൻ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഫുഡും സ്നാക്സും വെള്ളമൊക്കെ ആയിട്ട് കുറെ സാധനങ്ങൾ ഞാൻ ഡിക്കി കയറ്റി. ബിക്കോസ് ഇന്ന് നമ്മൾ അവിടെ സ്റ്റേ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയോ? നമ്മൾ പോകുന്നത് ലേക്ക് ഡിസ്ട്രിക്റ്റിലോട്ടാണ്. നേരെ പോയി അവൾമാരെ പിക്ക് ചെയ്ത് ടയറിൽ കുറച്ച് കാറ്റടിച്ച് നമ്മുടെ ഒഫീഷ്യൽ ഗേൾസ് റോഡ് ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. പറയാനൊരു ഗുമ്മൊക്കെ ഉണ്ടെങ്കിലും ഫുള്ള് നടന്നത് പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും മാത്രമായിരുന്നു. ബിക്കോസ് നാട്ടിലെ പോലെയല്ല, റോഡ് മാർക്കിങ്സ് ഒക്കെ നല്ല കൺഫ്യൂസിംഗ് ആണ്. നോക്കി ഓടിച്ചിട്ടില്ലെങ്കിൽ 8ന്റെ പണി. ഏറ്റവും ലോങ്സ്റ്റ് റൂട്ടാണ് ലേക്ക് ഡിസ്ട്രിക്റ്റിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചൂസ് ചെയ്തത്. അത്രയും നേരം നമുക്ക് മാറി മാറി ഓടിക്കാനും ചിരിക്കാനും റോഡ് ട്രിപ്പ് എൻജോയ് ചെയ്യാനൊക്കെ സമയം പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന മസാല ദോശയും ബിരിയാണിയൊക്കെ കഴിച്ച് ചില്ല് ചെയ്ത് റിലാക്സ് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. അങ്ങനെ ഒരു ഉച്ചയായപ്പോഴേക്കും നമ്മൾ ലേക്ക് ഡിസ്ട്രിക്റ്റ് എത്തി. റെയിനി വെതർ ആണെങ്കിലും നമ്മൾ അവിടെ ചെന്ന് ഒരു ബോട്ട് ഹയർ ചെയ്തു. മാക്സിമം 6 പേർക്കെങ്കിലും പോകാൻ പറ്റുന്ന ഈ പ്രൈവറ്റ് ബോട്ടിന് നമ്മൾ 1 മണിക്കൂറിന് പേ ചെയ്തത് 35 പൗണ്ട്സ് ആണ്. ലേക്ക് ഡിസ്ട്രിക്റ്റിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ഹോട്ട് ചോക്ലേറ്റും ഹോം മെയ്ഡ് ഐസ്ക്രീമും ട്രൈ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് booking.com ത്രൂ ബുക്ക് ചെയ്ത് നമ്മുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോയി സെൽഫ് ചെക്ക് ഇൻ ചെയ്തു. 2 ബെഡ്റൂമുള്ള ഒരു എൻ്റയർ അപ്പാർട്ട്മെന്റ് തന്നെയാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൊണ്ടുവന്ന ചിക്കനെ നേരെ അവളിലേക്ക് 100 പൗണ്ട് ആണ് ഒരു നൈറ്റിന് നമുക്ക് അപ്പാർട്ട്മെന്റിന് വന്നത്. അങ്ങനെ ഡിന്നർ ഒക്കെ കഴിച്ചതിന് ശേഷം നട്ടപ്പാതിരായപ്പോ വീണ്ടും നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. എനിക്ക് എന്റെ ലൈഫിൽ കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫ്രണ്ട്സിന്റെ കൂടെ ചില്ല് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പൊ ദൈവം എനിക്ക് ഞാൻ സ്വപ്നം പോലും കാണാത്ത ലൈഫാണ് എനിക്ക് തന്നോണ്ടിരിക്കുന്നത്. എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് എത്ര ശരിയാണ്. സാഹിത്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതുപോലെ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. എന്തായാലും ഉപകാരപ്പെടും.